ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിജയദശമി ആയിട്ട് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. സിമ്പിൾ പായസമാണ് കേട്ടോ. ഞാൻ ഒരു കപ്പ് അളവിൽ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഒരു ബൗളിൽ അതിൻ്റെ പകുതി അളവിൽ ഉണക്കലരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഉണക്കലരി നല്ലോണം കുതിർത്തി കഴുകി വെച്ചതാണ്. അതുപോലെ ശർക്കരയും ഒരു നേന്ത്രപ്പഴവും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൗളിലേക്ക് ഈ ഉണക്കലരിയും തേങ്ങയും കൂടെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഏലക്കയും കൂടെ ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുത്ത് വരാം. അപ്പോഴത്തേക്കും ഞാൻ ഒരു ഈ ബൗളുണ്ടല്ലോ, നമ്മൾ ബൗള് ആണ് അരി ഉണ്ടായിരുന്നത്. ആ ബൗളിൽ ഒരു 5 ബൗള് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ചെടുത്ത് വന്ന അരിയുടെ അരവുണ്ടല്ലോ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയിൽ പിടിക്കാതെ നോക്കണം. ഞാനിപ്പോൾ ഇവിടെ ഉരുളിയൊന്നുമല്ല എടുത്തിരിക്കുന്നത്, ഒരു പുതിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തത്. നിങ്ങൾ ഉരുളിയാണ് എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് ഇളക്കേണ്ടി വരും. ഞാനിതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം പുതിയതായതുകൊണ്ട് ആദ്യം പായസം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എടുത്തതാണ്. അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ആ മിക്സിയുടെ ബൗളിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി അതിലേക്ക് ഒഴിക്കാം. ഇതിന് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ വല്ലാണ്ട് കുറുകി പടുപടാന്നായി പോവും. നല്ലവണ്ണം ഇളക്കുക. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുത്തത്, അതായത് കുതിർത്തി എടുത്തതിന് ശേഷമുള്ള അളവാണ് പറയുന്നത്. ഞാൻ ആ ശർക്കര എടുത്തു വെച്ച ബൗളിന് ഒരു ബൗളാണ്, മീൻസ് ഒരു ഗ്ലാസ്സാണ് അരി എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോഴത്തേക്കും നന്നായിട്ട് തിളച്ച് കുറുകി വരും. അങ്ങനെ വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. 3 ഗ്ലാസ് ശർക്കരയാണ് ഒഴിച്ചിരിക്കുന്നത്. ഉരുക്കി അരിച്ചെടുത്ത് വെച്ച ശർക്കരയാണ് കേട്ടോ. അത് കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് തിളച്ച് വരട്ടെ. അരി അരച്ചതായതുകൊണ്ട് തന്നെ കുറുകി വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമായിരുന്നു. ഞാൻ 3ാമത്തെ ഗ്ലാസ് ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആ നേന്ത്രപ്പഴം കട്ട് ചെയ്തതാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. നേന്ത്രപ്പഴം വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അരി അരച്ചത് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അണ്ടിപ്പരിപ്പും കൂടെ വറുത്തിട്ട് വാങ്ങാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ്. അമ്പലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പായസമാണ് കേട്ടോ ഇത്. നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ചിടുന്നത് നമുക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കദളിപ്പഴം ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. എൻ്റെ കയ്യിൽ കദളിപ്പഴം ഇല്ലാത്തതുകൊണ്ടാണ് നേന്ത്രപ്പഴം ഇട്ടത്. അമ്പലത്തിലൊക്കെ എടുക്കുമ്പോൾ പഴം മാത്രമേ ഇടുള്ളൂ, അണ്ടിപ്പരിപ്പൊന്നും ഇടാറില്ല. മുന്തിരി ഞാൻ ഇടുന്നില്ല. അണ്ടിപ്പരിപ്പും കൂടെ വറുത്തിട്ടാൽ പായസം ആയി. നല്ല ടേസ്റ്റുള്ള ഒരു പായസമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വിജയദശമി ആശംസകൾ. താങ്ക് യു.